ഹലോ ഗൈസ്, ഇന്നെൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഇനിയൊന്ന് നമുക്ക് കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒന്ന് അമ്പലത്തിൽ പോകണം. അപ്പം നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാവേ. അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് വിട്ടു. ഇതൊരു മുരുകൻ അമ്പലമാണ്. ഞാൻ എന്ത് സന്തോഷവും സങ്കടവും ഉണ്ടെങ്കിലും മുരുകൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ മുരുകനോടൊക്കെ പറഞ്ഞിട്ട് ആ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് പോയി റെഡിയായിട്ട് വരാം. അങ്ങനെ സാരി ഉടുക്കാൻ വേണ്ടി ഒരു ചേച്ചിയുടെ അടുത്ത് വന്നതാണ്. അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്താ പരിപാടിയെന്ന്. അതെ, ഇന്ന് എൻ്റെ എൻറോൾമെൻറ്റ് ഡേ ആണ്. അപ്പോൾ നമുക്കൊന്ന് പോയി കോട്ടും ഗൗണും ഇട്ടിട്ട് വരാവേ. അങ്ങനെ വീട്ടിൽ വന്നു. അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. ഇന്ന് എൻ്റെ കൂടെ വരേണ്ട മനുഷ്യനാണ്. അങ്ങനെ ഞാൻ കുറേ പരാതികളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി കാറിൽ കയറി. വേറെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഓൾറെഡി ലേറ്റായി, നല്ല ലേറ്റായി. ഇത് കാറിലിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിലാണ്. എപ്പോൾ എത്തും? 10 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. 10:30 എത്തുമോ എന്നുള്ളതാണ് എൻ്റെ മുഖത്തുള്ള ടെൻഷൻ. അങ്ങനെ എത്തി. 10:30 ഒക്കെ ആയപ്പോൾ എത്തി. ഇതാണ് അവിടുത്തെ തിരക്ക്. അങ്ങനെ വേഗം ഓടി കയറുമായിരുന്നു ഞാൻ അങ്ങോട്ട്. അങ്ങനെ ഓടി അകത്ത് കയറി. ഞങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അപ്പോൾ എല്ലാവരും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. ഇതെൻ്റെ ഒരു കസിൻ എടുത്ത വീഡിയോ. ഞാൻ അവിടെ നിന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു മൂമെൻറ്റാണ്. ഈ ഒരു മൂമെൻറ്റൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും പ്രൗഡായിട്ടുള്ളൊരു മൂമെൻറ്റാണ്. ഞാൻ എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് നമ്മൾ സ്വപ്നം കണ്ടൊരു ആഗ്രഹം നടക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതാണ് എനിക്ക് അതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇതവിടെ ഇരുന്ന് ഇപ്പോഴത്തേക്ക് അവനൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞാനൊന്ന് ജസ്റ്റ് ചിരിക്കുകയൊക്കെ ചെയ്തേ. Kavya S. Kavya S is enrolled. Abhishek Nair. Abhishek Nair is. അങ്ങനെ കാവ്യശാന്തൻ ഒഫീഷ്യലി അഡ്വക്കേറ്റ് കാവ്യശാന്തനായി. അപ്പോൾ ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു ഇത്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പിന്നെ എടുത്തു. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എനിക്കങ്ങനെ. പിന്നെ ഞങ്ങളിന്ന് ജസ്റ്റ് മറൈൻ ഡ്രൈവിലോട്ടൊക്കെ പോയി. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ തിരിഞ്ഞൊക്കെ നടന്നു. വെള്ളമൊക്കെ കുടിക്കണമായിരുന്നു, കാരണം ആകെ കുഴഞ്ഞ് ടയേർഡായി. നല്ല വെയിലായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ചുമ്മാ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമല്ലേ. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ട് നേരെ വണ്ടി കയറിയപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞു, ക്ഷീണിച്ചു. പിന്നെ വണ്ടി കയറി കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. അച്ഛൻ്റെ മുമ്പിൽ കൊണ്ട് സർട്ടിഫിക്കറ്റൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ കണ്ണാടി കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല, എങ്കിലും ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി പോയിട്ട് കുറച്ച് മധുരം വാങ്ങിക്കണം, നമ്മുടെ അയൽക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി ലഡുവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഈ പ്രാവശ്യം ലഡു മാത്രമേ ഉള്ളൂ. കുറേ പ്ലാനിങ് ആയിരുന്നു, പക്ഷെ അച്ഛനില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും നടത്തുന്നില്ല. ഈ ഒരു ലഡുവും മേടിച്ച് ഒതുക്കി. അങ്ങനെ എല്ലാവർക്കും ലഡു കൊടുത്തു, ഞാനും ലഡു കഴിച്ചു. ഇനി ഞാനെടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ കാണിച്ചു തരാവേ. എല്ലാ ഫോട്ടോസും എനിക്ക് ഇഷ്ടമായി. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊടുക്കുന്നതാളെ. ഇതാണ് എൻ്റെ അമ്മ. ഇതൊക്കെ എൻ്റെ ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. അങ്ങനെ കുറേ നാൾ ഞാൻ ആഗ്രഹിച്ച എൻ്റെ സ്വപ്നം സഫലീകരിച്ചൊരു സമയമായിരുന്നേ. അങ്ങനെ ഇത്രയൊക്കെയുള്ള എൻ്റെ ഈ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.